ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ. അപ്പം നമ്മളും പോകുവാണേ. ഈ അപ്രത്യക്ഷമാകുന്നൊരു വെള്ളച്ചാട്ടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളും പോവുകയാണേ. അമ്മയും അനിയത്തിയും കൂടി നേരത്തെ റെഡി ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവർ ഓട്ടോയിലാണേ പോകുന്നത്. അപ്പോൾ ഞാനും ജിത്തും കൂടി പിന്നെ വണ്ടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദർശൂട്ടനെയും കൊടുത്തു വിട്ടിട്ടുണ്ടേ. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച മാത്രമല്ല, ബാക്കി എല്ലാ ദിവസവും നല്ല തിരക്കാണ്. പക്ഷേ ഞായറാഴ്ചയാണ് കുറച്ചും കൂടി തിരക്ക് കൂടുതൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ അവരെ പറഞ്ഞു വിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കാൻ. പക്ഷേ ഞങ്ങൾ എത്തിയിട്ടും അവരെത്തിയില്ല. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മുടെ പിന്നെ 2 വീലർ ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് എത്താൻ പറ്റി. ഓട്ടോ ഒക്കെ ആകുമ്പോഴത്തേന് നല്ല ബ്ലോക്ക് ആവുമല്ലോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാനായിട്ട് നിൽക്കുവാണേ. നമ്മളവിടെ 5:30 മണിക്കാണ് എത്തിയത്. പക്ഷേ കറക്റ്റ് ടൈമായിരുന്നു. ഒരുപാട് വെയിലും ഒന്നും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ. കയറുമ്പോൾ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. കാണാൻ അടിപൊളി. രാത്രിയാണ്. ലൈറ്റ് ഷോ ഉണ്ട്. DJ ഒക്കെ വരുമ്പോഴത്തേനും അടിപൊളിയാണ് മൊത്തത്തിൽ കാണാനായിട്ട്. പറയാൻ വാക്കുകളില്ല, അത്ര അടിപൊളിയാണ്. റിയലായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തപ്പോഴത്തേനും ആ കറക്റ്റ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീൽ തന്നെയാണ് കിട്ടിയത്. ആ തണുത്ത കാറ്റും തണുത്ത വെള്ളവും എല്ലാം അതേ കണക്ക് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് കാല് നനയ്ക്കാൻ നിന്നേ ഉള്ളൂ, പക്ഷേ ദേഹം ഫുള്ളും നല്ല നനഞ്ഞിട്ടുണ്ട്. പിന്നെ ദർശൂട്ടൻ ഇത് കണ്ടപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ ആ വെള്ളമൊക്കെ ഇരുന്ന് കാണുമ്പോൾ. അങ്ങനെ ആളെ ഇച്ചിരി വെള്ളത്തിൻ്റെ ഫോഴ്സ് പറഞ്ഞപ്പോൾ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കുളിച്ച് പോവും. അതുകൊണ്ട് കയ്യിൽ ഡ്രസ്സൊക്കെ കരുതുക. ഞങ്ങൾ ദർശൂട്ടന് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുളിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ടും കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ കുളിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേനും മേക്കപ്പും എല്ലാം ഒലിച്ച് പോകുമ്പോഴത്തേനും ഒരുമാതിരിയല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ കുളിക്കാനായിട്ട് നിന്നില്ല. എന്നാലും കുളിച്ച ഫീൽ തന്നെയായിരുന്നു. ദേഹം എല്ലാം നല്ല രീതിയിൽ നനയുന്നുണ്ടായിരുന്നേ. പിള്ളേരൊക്കെ ഒന്നും പറയേണ്ട, എല്ലാവരും നല്ല രീതിയിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചൈനയിലും ദുബായിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് ഭയങ്കര അപ്രത്യക്ഷമായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ താഴോട്ട് വെള്ളം വീഴില്ല, അതങ്ങ് അപ്രത്യക്ഷമായിട്ട് പോകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൊല്ലത്ത് വന്നിട്ട് നമ്മൾ കാണാതിരുന്നാൽ ശരിയല്ലല്ലോ. അപ്പം നമ്മുടെ കൊല്ലത്ത് തന്നെ ഫസ്റ്റ് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അപ്പം എനിക്ക് കൊല്ലത്ത് മുമ്പ് വന്നതിന് ഫെസ്റ്റിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാര്യം വെള്ളച്ചാട്ടമൊക്കെ എന്ന് പറയുന്നത് സിമ്പിളല്ലല്ലോ. അപ്പം ആ ഒരു റിയലായിട്ട് നമുക്കത് അനുഭവിക്കണമെങ്കിൽ ഇവർ അത്രയും തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റെഡ് ലൈൻ കാണുന്നുണ്ടോ, അതിൻ്റെ മുകളിലോട്ട് കയറാൻ പാടില്ലേ, അതാണ് റെഡ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ദർശകനാണെങ്കിൽ ഇതാ വലിഞ്ഞു കയറുന്നുണ്ട്. ആൾ പിന്നെ എവിടെയായാലും വലിഞ്ഞു കയറിക്കോളും. അങ്ങനെ 3 മിനിറ്റ് ഈ വെള്ളച്ചാട്ടം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ വെള്ളം ശുചീകരിച്ചിട്ട് വേണം അടുത്തത് പിന്നെയും സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ബ്രേക്ക് എടുത്തിരിക്കുവാണ്. അപ്പോഴത്തേനും ഈ ഒരു സംഭവം കണ്ടോ, ഇതിൽ കയറാനായിട്ട് 250 രൂപയാണ്. മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വെള്ളം കുടിക്കുന്ന സെറ്റപ്പാണ്. ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം. അപ്പം അത് നമുക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞ് DJ ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ DJക്ക് ഡാൻസൊക്കെ കളിക്കുവാണേ. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ദർശൂട്ടന് വെള്ളം കാണുമ്പോൾ പിന്നെയും അവിടെ പോകണമെന്നാണ്. അപ്പോൾ എന്താ ഈ താഴെ എത്തുമ്പോഴത്തേനുമാണ് വെള്ളം ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെ ദർശൂട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറിക്കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണേ. ഇതൊരു പക്ഷികളുടെ പാർക്ക് കണക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷികളെ കൂട്ടിലടച്ചിടാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുവാണേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ കുറച്ച് പാടായിരുന്നു. ദർശൂട്ടൻ്റെ മുഖത്ത് തെളിച്ചമൊക്കെ മാറി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ആൾക്ക് വെള്ളച്ചാട്ടം തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അവിടുന്ന് വരാനേ താല്പര്യമില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദർശൂട്ടന് പിന്നെ വെള്ളവും മണ്ണും എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രാന്താണ്. അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആള് എങ്ങോട്ടും ഇല്ല. ആൾക്ക് പിന്നെ അവിടെ തന്നെ പോകണമെന്നായിരുന്നേ നിർബന്ധം. അവിടുത്തെ ലൈറ്റും മൊത്തത്തിലൊരു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നമുക്ക് തന്നെ അവിടെ വിട്ട് പോകാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യവും പറയണ്ടല്ലോ, അവർക്ക് പിന്നെ ഒട്ടും വരാൻ തോന്നത്തില്ല. പിന്നെ പക്ഷിയെ കാണിച്ചാലും കളിപ്പാട്ടം കാണിച്ചാലും അവർക്ക് വേണ്ട. പിന്നെ മോയെ താഴോട്ടൊക്കെ ഇറക്കി. പിന്നെ തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ താഴേന്ന് ഇറക്കി അങ്ങനെ ചവിട്ടി തേക്കുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇറക്കിയില്ലായിരുന്നു. പിന്നെ ഇറക്കിക്കഴിഞ്ഞാലും ആൾ പിന്നെ വയലൻ്റ് ആവുകയെ, അവിടുത്തെ സാധനമൊന്നും പിന്നെ കാണത്തില്ല. അപ്പം ഇങ്ങനെ പക്ഷിയുടെയും സ്നേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പുറത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമേ, അതിന് സെപ്പറേറ്റ് കാശാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗാർഡൻ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. പണ്ട് പുൽച്ചാടി അങ്ങനെയൊക്കെ ഇച്ചിരി വലുതായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളെ ഒന്ന് താഴെ
ഇറക്കിയപ്പോഴത്തേനും താണ്ട അതൊക്കെ വലിച്ചിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ദർശൂട്ടൻ പിന്നെ ഒരു പണി ഒപ്പിച്ച് നൈസിനെ അവിടുന്ന് ഒരു സൂര്യകാന്തി ഒടിച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ ഈ കാണുന്ന വണ്ടൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു. അടുത്തതൊരു സ്കൂബ ഡൈവിങ് ആണേ. അപ്പം ദർശൂട്ടൻ്റെ അടുത്ത് തന്നെ ആൾ കുറേ നേരം നിൽപ്പുണ്ടായിരുന്നേ. കുറേ റോസാപ്പൂവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദർശൂട്ടൻ അത് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നേ. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നേ. അപ്പം മോനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മത്സ്യകന്യം കൂടി ഉണ്ടായിരുന്നേ. ഇത് നമ്മൾ പിന്നെ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, നേരത്തെ ഉള്ള ബസ്സിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് വലിയ രസമായിട്ട് തോന്നിയില്ല. പിന്നെ അത്ര എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള മത്സ്യകന്യയായിരിക്കുമല്ലോ. പിന്നെ അടുത്തത് പിന്നെ നമുക്ക് ഈ മത്സ്യകന്യകയായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പം കൊച്ചു പിള്ളേരൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണേ. പിന്നെ അത് കഴിഞ്ഞൊരു ചെറിയ പായ്ക്കപ്പിൽ എനിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കയറി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ അതിലും കയറി 2-3 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഈ ദർശൂട്ടനാണെങ്കിൽ വരുന്നില്ല. ആൾക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ ഇങ്ങനൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ മുകളിൽ നമ്മൾ ആടുന്നതിനനുസരിച്ച് ആ മുകളിലുള്ള ബട്ടർഫ്ലൈ ഇങ്ങനെ കിടന്ന് പറക്കുകയും അപ്പോൾ ജിത്തനിടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആട്ടം കൂടിയാൽ വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് സാധാരണ കാണുന്ന പോലെ തന്നെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നേ. ജസ്റ്റ് നമ്മൾ ബുക്സൊക്കെ നോക്കുന്നുണ്ടേ. അപ്പം റേറ്റ് നോക്കിയപ്പോഴത്തേനും നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് മേടിക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ദർശൂട്ടന് ഒരു ഡ്രസ്സ് മേടിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരുപാട് കടകളുണ്ടായിരുന്നേ. പിന്നെ നമ്മളെല്ലാം കണ്ട് പോകുന്നതല്ലാതെ വലുതായിട്ട് മേടിക്കുകയൊന്നും ചെയ്തില്ല. ദർശൂട്ടന് വേണ്ടി മാത്രമുള്ള ചെറിയ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെയൊക്കെ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒത്തിരി കടകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേയൊക്കെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ നടന്നു വന്നപ്പോൾ തന്നെ നല്ല ക്ഷീണിച്ചു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നേ. കഴിക്കാൻ ചെന്നപ്പോഴത്തേനാണെങ്കിലും ഒരു കസേര പോലും ഇല്ലായിരുന്നു. അപ്പോൾ കസേരയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നേ. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് വന്നേ. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് പിള്ളേരുടെ. പിന്നെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദർശൂട്ടനാണെങ്കിൽ ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നേ. ആൾക്കാണെങ്കിൽ കയറാനുള്ള പ്രായവും ആയിട്ടില്ല. അപ്പം ആൾ പിന്നെ അതിനൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ പിന്നെ വിഷയമൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ആൾക്ക് പറ്റിയ സാധനങ്ങൾ നോക്കുവാണേ. പിന്നെ ലാസ്റ്റ് നിർബന്ധം പിടിച്ച ആൾക്ക് ഇത് കയറണമെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കയറ്റുന്ന സേഫും അല്ല. ആ ഒരു പ്രായമാകത്തതിന് തന്നെ. പിന്നെ ആളിതിൽ ഒറ്റയ്ക്കാണെങ്കിൽ കയറിയൊക്കെ പോവേ. നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ ടാസ്ക്കാണ് കുറച്ച് കയറ്റാൻ. പിള്ളേരിങ്ങനെ തെന്നി വീഴുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പുറത്തൊക്കെ മറിഞ്ഞ് വീഴുന്നതുകൊണ്ട് നമുക്ക് കയറ്റാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വിടുവാണേ. അപ്പം ആളിതിന് മുമ്പിലേക്ക് കയറിയൊക്കെ അങ്ങ് പോവേ. സേഫ് അല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഇറക്കിയത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബൗൺസ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം അതിലാകുമ്പോൾ ആളിരുന്ന് കളിച്ചോളും. അങ്ങനെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ കളിക്കാനായിട്ട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ഫ്രീഡമായിട്ട് കളിക്കാനൊക്കെ പറ്റി. അപ്പോൾ കുറേ നേരം അതിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ ആൾ ബോളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ എല്ലാവരെയും വലിച്ചെറിയുവാണ്. പിന്നെ കുറച്ച് ബോൾസൊക്കെ ആ ഊട്ടിൽ കൂടെ പുറത്തെടുത്ത് കളയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതങ്ങ് ക്ലോസ് ചെയ്തേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരാളും കൂടി വന്നിട്ടുണ്ട് കളിക്കാനായിട്ട്. പിന്നെ ഇത് സ്കൈ വീലാണ്. ഇതിൽ ഞങ്ങൾ കയറിയില്ല. നേരത്തെ കയറിയിട്ടൊക്കെ ഉള്ളതാണ്. കാണുന്ന പോലെയല്ല, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കയറാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും പിന്നെ ഒരു ഒട്ടകത്തെ കണ്ടേ. ഇതിന് റൈഡിനും കാശുണ്ടേ. 100-150 രൂപ കണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇനി വീട്ടിലോട്ട് പോകാൻ നോക്കുവാണേ. 5:30 പോയ ഞങ്ങൾ 10:30-11 മണിയൊക്കെ ആയേ അവിടെ നിന്ന് ഇറങ്ങിയപ്പം. കാര്യം എന്ന് വെച്ചാൽ അത്രയും കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളൊക്കെ തന്നെയാണെങ്കിലും ഒത്തിരി ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടുവരുമ്പോൾ കാലൊക്കെ നല്ല വേദനയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.